എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ബാച്ചിന് ശേഷം, അതായത് നമ്മുടെ 4ാമത്തെ ബാച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് നേരത്തെ ആവേണ്ടതായിരുന്നു, പക്ഷേ എൻ്റെ വേറെ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ നാട്ടിലേക്കുള്ള യാത്രയും ഒക്കെ വെച്ചിട്ട് കുറച്ച് ഡിലേ ആയിപ്പോയതാണ്. ഇതിനിടയ്ക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഈ ഒരു ബാച്ച് ഞങ്ങൾ ഉദ്ദേശിച്ചത് Next.jsൻ്റെ പുതിയൊരു ബാച്ച് തുടങ്ങാം എന്നായിരുന്നു. പക്ഷേ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തത് React.js ആയതുകൊണ്ട് നമ്മുടെ 4ാമത്തെ ബാച്ചിലും നമ്മൾ React.js ആണ് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഈ കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ www.webdiary.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 2 ദിവസം നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ എസെൻഷ്യൽസ് പഠിപ്പിക്കും. അതായത് റിയാക്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കണം. ജാവാസ്ക്രിപ്റ്റ് കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കുമ്പോൾ അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് റിയാക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യത്തെ 2 ദിവസം കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ റിയാക്റ്റിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. അപ്പം ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ചെറിയൊരു ഗ്രിപ്പ് കൂടി കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് എങ്ങോട്ട് റിയാക്റ്റിലേക്ക് കടക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ റിയാക്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ തിയറി പ്ലസ് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, തിയറി മാത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ അതെങ്ങനെയാണ് ഒരു റിയൽ ടൈം പ്രോജക്റ്റിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പലപ്പോഴും മിസ്സായി പോകാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മളൊരു തിയറി പഠിക്കുന്നു, അതെങ്ങനെയാണ് ഒരു റിയൽ ടൈം പ്രോജക്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് കൂടി കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ ബാച്ചിലും നമ്മൾ ഈ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് നമ്മൾ അവരുടെ ഫീഡ്ബാക്ക് എടുത്തപ്പം അവർക്ക് ഒരുപാട് അത് റിലേറ്റ് ചെയ്യാനും പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റി എന്ന് അറിയാൻ പറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബാച്ചിലും അങ്ങനെ തന്നെ പോകാമെന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ റിയാക്റ്റിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് നമ്മൾ നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പെയ്ഡ് കോഴ്സാണ്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഫ്രീ കോഴ്സല്ല. കാരണം നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മുടെ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് നോക്കി പഠിക്കാം. അതല്ല, ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മളെല്ലാവരും കൂടി ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുമ്പം നമ്മൾ മനസ്സിലാക്കുന്ന രീതിയും ഒക്കെ വ്യത്യസ്തമാണ്. ഇനി ക്ലാസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ് നമ്മൾ നടത്തുന്നത്. നമ്മൾ രാത്രി ഒരു ഇന്ത്യൻ സമയം ഒരു 10 മണി തൊട്ട് 11, 11:30, ചിലപ്പം 12 മണി വരെയൊക്കെ ക്ലാസ് പോകാൻ ഉണ്ട്. പക്ഷേ നമ്മൾ 1 മണിക്കൂറാണ് പറയുന്നത്. അത് ക്ലാസ്സിൻ്റെ കറക്റ്റ് ടൈം എൻ്റെ ഷെഡ്യൂളിലൂടെ നോക്കിയിട്ടായിരിക്കും ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ 9:30 മുതൽ 10:30 വരെ ആയിരിക്കും, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ 10 മണി തൊട്ട് 11 മണി വരെ ആയിരിക്കും. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഫീ മാത്രമേ നമുക്ക് തരേണ്ടതായിട്ടുള്ളൂ. അതായത് നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടൊന്നും നമുക്ക് ഇങ്ങോട്ട് കാശ് തരേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ. കാരണം ഞാൻ ഈ അടുത്ത് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. ഓക്കെ. അപ്പോൾ അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റിൻ്റെയും ബേസിക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനും കഴിഞ്ഞ ബാച്ചിലൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജിൻസൺ ബ്രോയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ പറഞ്ഞു തരും. ഇപ്പോൾ ബാച്ചസൊക്കെ കഴിഞ്ഞാലും നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം കഴിഞ്ഞ ബാച്ചിലൊക്കെ റിയാക്റ്റിൻ്റെയൊക്കെ ക്ലാസ്സിൽ പഠിച്ചിറങ്ങി കുറേ പേർക്ക് ജോലിയായ വിവരമൊക്കെ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രോജക്റ്റിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.